മഹാരാജൻ. പോപ്പട്കർ പറഞ്ഞാലും മഹാരാജൻ, മഹാരാജൻ അങ്ങ് ദയവായി വിശ്രമിച്ചാലും മഹാരാജൻ. അങ്ങ് വിഷമിക്കുന്നത് എന്തിനാണ്? നമുക്കത്ര വേഗമൊന്നും മൃത്യു സംഭവിക്കുകയില്ല. മഹാരാജൻ, ദയവ് ചെയ്ത് അങ്ങ് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ക്ഷമിച്ചാലും ഞാൻ നാടിയോ നോക്കട്ടെ. ശരി, നോക്കൂ. താത്യ ദീക്ഷിത്, താത്യ ദീക്ഷിത്, ഈ സംഭവം ഇനിയും ആവർത്തിക്കില്ലെന്ന് ഒരിക്കലും ധരിക്കണ്ട. ഝാൻസിയിലെ ഓരോ ബന്ധുക്കളും മഹാരാജാവിന്റെ ശത്രുക്കളാണ്. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഝാൻസിയിലെ അനന്തരാവകാശം. ശരിയാണ് താത്യ. ഇതിനു വേണ്ടി നമുക്ക് ഝാൻസിക്കായി ഒരു റാണിയെ കണ്ടെത്തണം. അനന്തരാവകാശിയെയും മഹാരാജാവിന്റെ ജീവിതം സന്തോഷപൂർണ്ണമാക്കണം. What the hell are you talking about? I'm in trouble because of you. ഈ കാര്യം കമ്പനി വരെ അറിഞ്ഞിരിക്കുന്നു. എല്ലാവരും കണ്ടെന്ന് പറയുന്നു. ബ്രിട്ടീഷ് സോൾജിയർ ഗംഗാധര റാവുവിനെ അമ്പെയ്തുവെന്ന. സർ, ഞങ്ങൾ പൂർണ്ണമായും എൻക്വയറി ചെയ്തു. നമ്മുടെ ഒരു റെജിമെന്റിന്റെയും ഒരു സോൾജിയറും. No! That's no excuse, Mr. Ross. സർ, ഞങ്ങൾക്ക് ലഭിച്ച ഇൻഫർമേഷൻ അദ്ദേഹം കാൺപൂരിൽ പോകുന്നവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സേഫ്റ്റിക്കുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു. എന്നാൽ ഒരു കാര്യം അറിയില്ലായിരുന്നു, ഗംഗാധർ റാവുവിന്റെ സിഒഫിനായി വലിയ ഒരു ക്രൗഡ് ഉണ്ടാകുമെന്ന്. ക്രൗഡ് വന്നതല്ലായിരുന്നു, മനഃപൂർവ്വം വിളിച്ചു കൂട്ടിയതാണ്. ബ്ലഡി ഗംഗാധർ റാവു അയാളുടെ പവർ കാട്ടാനാണ് ശ്രമിച്ചത്. സർ, ഒരു ബ്രിട്ടീഷുകാരൻ ഇതുപോലൊരു വിഡ്ഢിത്തം കാണിക്കയില്ല എന്ന് താങ്കൾക്ക് അറിയില്ലേ? ഗംഗാധർ റാവ് ഈസ് എ ഡമ്മി. He's not king. ഇത് അയാളുടെ തന്നെ ബന്ധുക്കളുടെ പ്രവൃത്തിയായിരിക്കും. ഗംഗാധർ റാവുവുമായുള്ള നമ്മുടെ നല്ല റിലേഷൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആ കാര്യമാണ് നമുക്ക് വ്യക്തമായി അറിയേണ്ടത്. ഈ ബെറ്റൂരിൽ അനന്തരാവകാശികൾ ഇല്ല. ഇനി മറ്റൊരവകാശി വന്നാൽ ഝാൻസി നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഇല്ല ശ്രീമാൻ, ഇല്ല. ഈ ഇരിക്കുന്ന ജാതകങ്ങളിൽ ഒരൊറ്റ ജാതകം പോലും ഒരു തരത്തിലും നമ്മുടെ മഹാരാജാവിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്നില്ല. അതെങ്ങനെ സംഭവ്യമാകും ജോത്സ്യരെ? നമ്മുടെ മഹാരാജൻ ഗംഗാധർ റാവുവിന്റെ ജാതകം അത്യന്തം തേജസ്സുള്ളതാണ്. തമ്മിൽ നോക്കുമ്പോൾ ഈ കന്യകമാരുടെ ഗുണഗണങ്ങൾ പൊരുത്തപ്പെടുന്നതല്ല. പക്ഷേ ശ്രീമാൻ, അങ്ങ് വിഷമിക്കേണ്ട. ഈ എളിയ വൃദ്ധൻ എത്രയും വേഗം ഒരു കന്യകയെ കണ്ടെത്താം. നമ്മുടെ മഹാരാജാവിന് അനുയോജ്യമായ രീതിയിൽ തന്നെ. എങ്കിൽ ശരി ജോത്സ്യരെ, താങ്കൾ അതിനായി ശ്രമിച്ചാലും. അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പോൾ അടിയനെ പോകാൻ അനുവദിച്ചാലും. ജോത്സ്യർ പറഞ്ഞ കാര്യങ്ങൾ നമ്മെ ചിന്താക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ദീക്ഷിത്. ഇങ്ങനെയുള്ള മഹത്വപൂർണമായ കാര്യങ്ങൾക്ക് അങ്ങേക്കാളും. ക്ഷമിക്കണം മന്ത്രിമുഖ്യ. ഈ അവസ്ഥയിൽ ശത്രുക്കളുടെ വലയിലകപ്പെട്ട മഹാരാജാവിന് വേണ്ടി ഒരു വിവാഹാലോചനയെക്കുറിച്ചുള്ള സംസാരം നമുക്ക് മനസ്സിലാകുന്നേയില്ല. പോപ്പട്കർ, ഇപ്പോഴീ ആലോചന മുമ്പത്തെക്കാളും അത്യാവശ്യമായിരിക്കുന്നു. അങ്ങ് തന്നെ കാണുന്നതല്ലേ,
ഒരു ഭാഗത്താണെങ്കിൽ വെള്ളക്കാർ ഝാൻസി കൈവശപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഏതു പ്രകാരവും മടക്കി വാഴുവാൻ തയ്യാറായി നിൽക്കുന്നവർ. അങ്ങനെയുള്ളപ്പോൾ എന്താണ് സംഭവിക്കുക? എന്തെങ്കിലും പറയുക അസാധ്യമായിരിക്കുന്നു. മഹാരാജാവിന്റെ വിവാഹം കൊണ്ട് ആ ദുഷ്ടന്മാരായ വെള്ളക്കാരുടെ കുതന്ത്രങ്ങൾ വിഫലമാക്കുവാൻ സാധിക്കൂ. അതുകൊണ്ടാണ് മഹാരാജാവിന്റെ വിവാഹം നടത്തുവാൻ നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമേ ഝാൻസിക്ക് യഥാർത്ഥ അനന്തരാവകാശി ലഭിക്കുകയുള്ളൂ. അല്ലയോ മന്ത്രിമുഖ്യ, ഈ മഹത്തരമായ ഉദ്ദേശത്തിനായി ഈ സാധു ബ്രാഹ്മണൻ മഹാരാജാവിന്റെ ശത്രുക്കളെ തോൽപ്പിക്കും വിധം എല്ലാ ലക്ഷണവുമൊത്ത ഒരു കന്യകയെ മഹാരാജാവിന് വേണ്ടി കണ്ടെത്തുന്നതായിരിക്കും. നാനജ്യേഷ്ഠ, എനിക്ക് നല്ല ഭയം തോന്നുന്നു. നമ്മൾ നദിക്കരയിൽ പോകുന്ന കാര്യം മുത്തച്ഛൻ അറിഞ്ഞ അദ്ദേഹം നമ്മളെ നല്ല വഴക്ക് പറയും. എന്നാ ശരി, അഥവാ നിനക്ക് ഭയമാണെങ്കിൽ നീ എന്റെ കൂടെ വരണം എന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആ ബ്രിട്ടീഷുകാരുടെ ആളുകളെ പിടികൂടിക്കൊള്ളാം. വേണ്ട വേണ്ട, എനിക്ക് ഭയമൊന്നുമില്ല. പറയൂ, ആ ബ്രിട്ടീഷുകാരുടെ ആൾക്കാർ എവിടെയാണെന്ന്. അതിനല്ലേ ഞാൻ പോകുന്നത് മനു. പിന്നെ നിനക്ക് അറിയാമോ, അതൊരു പെൺകുട്ടിയാ. പെൺകുട്ടിയോ? അതെ, ആ വെള്ളക്കാരും വിധൂറിലെ ബ്രാഹ്മണരും ചേർന്ന് നമ്മുടെ അച്ഛനെതിരെ ഗൂഢാലോചനകൾ മെനയുകയാ. എങ്കിൽ തരൂ, മുത്തശ്ശനെതിരെ ആരാണ് കുതന്ത്രങ്ങൾ ഒപ്പിക്കുന്നത് നോക്കട്ടെ. നമ്മളെ ശല്യം ചെയ്യാ. എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്റെ ചേച്ചീനെ ശല്യം ചെയ്തല്ലോണ്ടല്ലോ, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ ശല്യം ചെയ്തതല്ല, ഞാൻ ഇതുവഴി പോവുമായിരുന്നു. കണ്ടോ, പേടിച്ചു പോയത്. കാന്ത, വാ നമുക്ക് പോവാം. ശിവഭഗവാന് ജലധാര നടത്താനുള്ളതാ. കാന്ത, നീ വീട്ടിലേക്ക് പൊക്കോ. ഞാൻ ജലധാര നടത്തിയിട്ടങ്ങ് വന്നേക്കാം. എന്നാ പിന്നെ ശരി. അവള് വന്നു. നീയാണോ ഞങ്ങളുടെ മുത്തശ്ശനെതിരെ ഗൂഢാലോചന നടത്തിയ ബ്രിട്ടീഷുകാരുടെ ആൾ അല്ലേ? ഞാൻ ആരുടെ ആളല്ല. കള്ളം പറയുന്നു. മര്യാദയ്ക്ക് പറയൂ, നിന്റെ പേരെന്താണ്? എന്റെ പേര് വൈശാലി എന്നാണ്. വൈശാലി? വാഹിനി സാഹിബിന്റെ ആഗ്രഹം നാം എല്ലാവരും സരസയ്യ നദിക്കരയിൽ സ്നാനം ചെയ്യണമെന്നാണ്. ആകയാൽ നാം ഏവരും ശുക്ലപക്ഷത്തെ പഞ്ചമി നാളിൽ കാൺപൂരിൽ വരുവാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ്. ശേഷിക്കുന്ന അങ്ങ് എഴുതിക്കൊള്ളൂ. ആലങ്കാരിക ഭാഷ അങ്ങയേക്കാൾ നന്നായി മറ്റാർക്കാണ് എഴുതാൻ കഴിയുക? ശ്രീമന്ത് സർക്കാർ, ഝാൻസിയിൽ നിന്നും ഒരു സന്ദേശമുണ്ട്. എന്താണുണ്ടായത്? ഗംഗാധർ റാവുവിനെ ഏതോ ഒരു ബ്രിട്ടീഷുകാരൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ദുഃഖകരമായ വാർത്തയാണല്ലോ. ഈശ്വരൻ അദ്ദേഹത്തെ രക്ഷിക്കട്ടെ.
ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ആരോഗ്യനില കുറച്ച് ഗൗരവമാണ്, പക്ഷേ അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനാണ്. ശ്രീമൻ സർക്കാർ, ഝാൻസിയുടെ അവസ്ഥ നേരത്തെ തന്നെ ദാരുണമായിരുന്നു. ഇപ്പോൾ പുതിയൊരു അനർത്ഥം കൂടി. മോറോപ്പന്ത്, ഈ വെള്ളക്കാർ ആരെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. അവിടെ സംഭവിക്കുന്നതൊന്നും പുത്തരിയല്ല. അങ്ങേക്ക് അറിയാവുന്നതല്ലേ മൊറോപ്പന്ത്, ഝാൻസി ഒരിക്കൽ ഞങ്ങൾ പേഷ്വാക്കാരുടെ സമ്പത്തായിരുന്നു. ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് അത് യവേൽക്കർക്ക് കൊടുത്തു. അതും അവർക്ക് ദഹിച്ചില്ല. രഘുനാഥ് റാവുവിന്റെ മരണശേഷമാകട്ടെ അർഹതയില്ലാത്തവർ അധികാരം സ്ഥാപിച്ചു. ഇത് മുതലെടുത്ത് ഓരോ ബന്ധുക്കളും അവകാശികൾക്ക് രാജ്യഭരണം നൽകാമെന്ന് മോഹിപ്പിച്ചു. എന്നിട്ട് ഗംഗാധർ റാവുവിനെ ഒരു കളിപ്പാവയാക്കി മാറ്റി പേരിനൊരു രാജാവുമാക്കി. അപ്പോൾ പിന്നെ ഗംഗാധർ റാവുവിന്റെ ഹത്യയ്ക്ക് ശ്രമിച്ചത് എന്തിനാണ്? ഝാൻസിയിൽ നിശ്ചയമായും എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഝാൻസിയിലോ? ഇതേ ശ്രീ ബുധകൗശകാചാര്യ വിരചിതാം ശ്രീരാം രക്ഷാസ്തോത്രം സമ്പൂർണം. അച്ഛാ, ഈ ഝാൻസി എവിടെയാ? പെട്ടെന്ന് ഝാൻസിയുടെ ഓർമ്മ നിനക്ക് വന്നാ എന്താ? അതച്ഛാ, അച്ഛനും മുത്തശ്ശനും കൂടി അവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ചില്ലേ, അത് ഞാൻ കേട്ടതാ, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛാ, പിന്നെ ഝാൻസിയിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഝാൻസിയോ? ഝാൻസി കാൺപൂറിന്റെ തെക്ക് ഭാഗത്തായി ഏതാണ്ട് 50 മൈലുണ്ടാവും. അതെയോ? എന്താ, നിനക്ക് പോണോ? വേണ്ട വേണ്ട, സ്വന്തം രാജാവിനെ രക്ഷിക്കാൻ സാധിക്കാത്ത ആൾക്കാരുള്ള ആ നഗരത്തിൽ പോവാൻ ആരിഷ്ടപ്പെടും? അയ്യോ, അങ്ങനെ അല്ല മോളെ, കാര്യം അതൊന്നും അല്ല. അവിടുത്തെ സ്ഥിതി അത്യന്തം ചിന്തനീയമാണ്. അവിടുത്തെ രാജാവായിരുന്ന രഘുനാഥ റാവുവിന്റെ മരണത്തിന് ശേഷം രാജ്ഞുരാമാനം 4 അവകാശികൾ ഉടലെടുക്കുകയാണ് ഉണ്ടായത്. അവകാശികളോ? അതിലൊരാൾ വിധവയായ ജാനകിബായിയാണ്. ഈ ജാനകിബായിക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അക്കാരണത്താൽ അനന്തരാവകാശികളുമില്ലായിരുന്നു. താങ്കൾ ഉദ്ദേശിക്കുന്നത് ദത്തെടുക്കലിനെ കുറിച്ചാണോ? ഓഫ് കോഴ്സ് യുവർ എക്സലൻസി. അവിടുന്ന് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണം. ഐ മീൻ, ഒരു അനന്തരാവകാശി. അങ്ങനെയായാൽ ഞങ്ങളുടെ ഗവൺമെന്റ് ലീഗലി അപ്രൂവ് ചെയ്യും. തുടർന്ന് ഝാൻസി അവിടുത്തേതാകും. റോസാഹിബ്, നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിലമതിക്കാനാകാത്ത പാരിതോഷികം നൽകുന്നതാണ്. ഞാൻ വാക്ക് തരുന്നു യുവർ എക്സലൻസി. രാജസിംഹാസനത്തിനായി ഒരു ബ്രിട്ടീഷുകാരനാണോ കോഴ കൊടുക്കുന്നത്? എത്ര മോശമാണല്ലേ? ഇതൊക്കെ വളരെ നിസ്സാരമാണ്. സക്കുബായി ഇവരെക്കാളുമൊക്കെ മുന്നിലായിരുന്നു. സക്കുബായിയോ? അതെ, മഹാദുഷ്ടയായ സ്ത്രീയായിരുന്നു. രാജസിംഹാസനത്തിന്റെ മോഹത്താൽ അവരുടെ സ്വന്തം മകനെ കൊലയ്ക്ക് കൊടുത്ത കഥ കേട്ടാലുണ്ടല്ലോ, നമ്മളൊക്കെ ഭയന്ന് വിറച്ചുപോകും. ആ ദുഷ്കർമ്മം അധികാരത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഗംഗാധർ റാവുവിന് ഝാൻസി വിട്ട് ഓടേണ്ടി വന്നത്. അതെന്താ ഇത്രയ്ക്ക് ഭീരുവായിരുന്നു ഝാൻസിയിലെ രാജാവ്? അല്ല മോളെ, അതുപോലുള്ള പലായനം രാജനീതിയുടെ ഒരു ഭാഗമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഗംഗാധർ റാവു ഇന്ന് ഝാൻസിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണാനാവില്ലായിരുന്നു. പക്ഷെ അച്ഛാ, സക്കുബായിയുടെ ഭയത്താൽ അദ്ദേഹം പലായനം ചെയ്തിട്ട് ഇപ്പോൾ അദ്ദേഹം രാജസിംഹാസനത്തിൽ എങ്ങനെയിരുന്നു? എന്താ സക്കുബായി മൗനം പാലിച്ചോ? ഇല്ല, അവർ അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരിയല്ല. അദ്ദേഹത്തെ പിടികൂടി നിരീക്ഷണത്തിൽ വച്ചു. എന്നിട്ടും അവരുടെ മനസ്സിലെ വൈരാഗ്യം ശമിച്ചില്ല. അവിടുത്തെ വാഗ്ദാനം എന്തായി? താങ്കൾ പറഞ്ഞത് ഝാൻസിയുടെ രാജസിംഹാസനത്തിൽ താങ്കളുടെ പേരക്കുട്ടി കൃഷ്ണറാവു ഇരിക്കുന്നല്ലേ? 4 ദിക്കിലും അവന്റെ വിജയാഘോഷം മുഴങ്ങും പോലും. താങ്കൾ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഹുക്കയും വലിച്ചുകൊണ്ടിരുന്നോളുക. അവിടെയോ ഗംഗാധർ റാവുവിന്റെ രാജ്യാഭിഷേകം നടന്നിരിക്കുന്നു. തീ പകരൂ. അപ്പോൾ ഇവരും പിന്നീട് ബ്രിട്ടീഷുകാരോട് ചേർന്നു അച്ഛാ? അവർ ബ്രിട്ടീഷുകാരോട് ചേർന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ എല്ലാവരെയും ആശ്വസിപ്പിച്ചു.
ഝാൻസിയുടെ സിംഹാസനം അവർക്ക് തന്നെ നൽകുമെന്ന്. എല്ലാവർക്കും? ജാനകിബായി, കൃഷ്ണറാവു, സക്കൂബായിയോടൊപ്പം ലച്ചുവും പിന്നെ അലി ബഹാദൂറും. അലി ബഹാദൂർ? ആ, അലി ബഹാദൂർ.